അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി പപ്പായ ഇല വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 12 പപ്പായയുടെ ഇലയാണ് എടുത്തിട്ടുള്ളത്. പപ്പായയുടെ ഇല എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, തളിരെല്ലാം നോക്കിയെടുക്കുക. പപ്പായയുടെ മുകൾ ഭാഗത്തുള്ള ചെറിയ ഇല ഉണ്ടല്ലോ, അത് വേണം എടുക്കാനായിട്ട്. മുറ്റിയ ഇല എടുക്കരുത്, എന്നാൽ പിന്നെ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. അതുപോലെ തന്നെ പപ്പായ ഇല വെച്ചിട്ട് നമ്മൾ ഒരുപാട് കറികളും ജ്യൂസൊക്കെ തയ്യാറാക്കി കഴിക്കാറുണ്ട്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന റെസിപ്പി വെച്ചിട്ട് ആരും യൂട്യൂബിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. അപ്പോൾ 12 പപ്പായയുടെ ഇല എടുത്തിട്ടുള്ളത്, വെള്ളിലാണ് എടുക്കേണ്ടത്. ഇനി ഈ പപ്പായയുടെ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കുക. പൊടി അഴുക്കൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഈ പപ്പായ തണ്ടിൽ നിന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയെടുക്കുക. ഇതുപോലെ തണ്ടിൽ നിന്നും എല്ലാ പപ്പായയുടെ ഇലയും അടർത്തിയെടുത്തതിന് ശേഷം കൂട്ടി പിടിച്ച് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പൊ പപ്പായ ഇലയെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഞാനിപ്പോ ഇതുപോലത്തെ ഒരു അളവ് കപ്പിലാണ് ഇത് അളന്ന് എടുക്കുന്നത്. നമ്മൾ അരിഞ്ഞെടുത്ത 1 കപ്പ് പപ്പായയുടെ ഇല മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. രണ്ടാമത്തെ കപ്പ് ഇടാം. നമുക്കിപ്പോൾ 250 ml കപ്പളവിന് 3 കപ്പ് പപ്പായയുടെ ഇലയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഇല അരച്ചെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ പപ്പായ ഇല അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇനി ഒരു സ്പാച്ചിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ ജ്യൂസ് മുഴുവനും എടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത കൊത്ത് നമുക്ക് ആവശ്യമില്ല. ഈ കൊത്ത് നമുക്ക് മാറ്റിയിട്ട് ബാക്കിയും കൂടെ അരിച്ചൊഴിക്കാം. അപ്പോൾ ജ്യൂസ് മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്ത ജ്യൂസ് അളവ് കപ്പിൽ അളന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത്. അതിനനുസരിച്ച് വേണം ബാക്കി എല്ലാ ചേരുവകളും ചേർത്ത് കൊടുക്കാൻ. ഇനി ഒരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത പച്ചരിപ്പൊടിയാണ് എടുക്കേണ്ടത്. ഇടിയപ്പം പത്തിരിക്കൊക്കെ എടുക്കുന്ന ഒട്ടും തരിയൊന്നുമില്ലാത്ത വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കലക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള 1 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചാറിയ പാല് ആദ്യം നമുക്ക് പകുതി പാൽ ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയെടുക്കാം. കട്ടകളില്ലാതെ കലക്കിയെടുത്തതിന് ശേഷം വീണ്ടും 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നന്നായിട്ട് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം. അപ്പോൾ കോൺഫ്ലവറിന്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ബദാം വേണമെന്നുണ്ടെങ്കിൽ ബദാമും ചേർത്ത് കൊടുക്കാം. 2ആയിട്ട് മുറിച്ചാണ് കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഒന്നും വേണ്ട, ആവശ്യമില്ല. നിലക്കടല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ചെറുതായിട്ടൊന്ന് നിറം മാറി വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഇതുപോലെ നിറം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പപ്പായ ഇല അരിച്ച് എടുത്ത് വെച്ചിട്ടില്ലേ, പപ്പായ ഇല അടിച്ചിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 250 ml കപ്പിന് 1 കപ്പ് അളവാണ് ഇതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത്. ഈ നെയ്യിലിട്ടിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ഒരു ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാം. ഒരു 3 മിനിറ്റെങ്കിലും ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചവർപ്പൊക്കെ ഒന്ന് മാറി കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ അരിപ്പൊടിയുടെ മിക്സ് ഒന്നുകൂടി കലക്കിയിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശായിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമുക്ക് ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാലോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരണം. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടും. ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. അതൊന്നും കുഴപ്പമില്ല. എല്ലാം ഒന്ന് റെഡിയായി കിട്ടുന്ന സമയത്ത് എല്ലാം ശരിയാവും. നമ്മൾ മധുരത്തിന് വേണ്ടി ഒന്നും ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ. പോലെ കട്ടയായി വരുന്ന സമയത്ത് നല്ല പച്ച കളറാണ്. ഇതൊന്നും കുറച്ചും കൂടെ കുറുകി റെഡിയായി കിട്ടുമ്പോൾ നല്ല പച്ച കളറായിട്ട് വരും. ഇതുപോലെ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്.
ഹൽവയ്ക്ക് നല്ല മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ ശർക്കരയിലും ഇത് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിൻ്റെ കളർ മാറും, പച്ച കളർ കിട്ടില്ല. അപ്പോൾ ഞാൻ പച്ച കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയിൽ റെഡിയാക്കി എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ലൂസായി വരും. മീഡിയത്തിൽ തന്നെ ഫ്ലെയിം വെക്കുക, എന്നിട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. കണ്ടില്ലേ, ഇളക്കി കൊടുക്കും തോറും ഇതിൻ്റെ കളർ കൂടി വരും. ഒന്ന് കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയം മധുരം കറക്റ്റാണോ എന്ന് നോക്കുക. ആവശ്യമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം വലിയ മധുരം ഉണ്ടാവില്ല. ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറിയൊരു പുളിപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 നുള്ളു ഉപ്പ് ചേർക്കാം. 1 ടീസ്പൂൺ എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. പാനിൽ നിന്ന് വിട്ട് വരണം. കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. ഈ ഒരു സമയം ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. ആദ്യം നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു. നല്ലോണം പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ചേർത്ത് കൊടുത്തത്. നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും. പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടുകയും ചെയ്യും പാനിൽ നിന്ന്. നെയ്യിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാനിൽ നിന്ന് ഒന്ന് വിട്ട് കിട്ടണം, അതുവരെയും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നാൽ മാത്രമേ 1/2 മണിക്കൂർ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് സെറ്റായി കിട്ടുള്ളൂ. നല്ലതുപോലെ അടിയിലൊക്കെ നിന്ന് പതഞ്ഞ് മൊരിഞ്ഞൊക്കെ വരും. ഇതാണ് ഇതിൻ്റെ പരുവം. കണ്ടില്ല, പാനിൽ നിന്ന് ഇതാ വിട്ട് വരുന്നുണ്ട്. ഇത്രയും മതി, ഒരുപാടങ്ങ് കട്ടിയാവണ്ട. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പരുവം. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രേയിൽ കുറച്ച് നെയ്യ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കുറച്ച് എള്ളൊന്ന് വിതറിയിട്ട് കൊടുക്കാം. കുറച്ച് വീതം ഇട്ട് കൊടുക്കാം. കശുവണ്ടി പരിപ്പ് ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. കുറച്ച് ബദാം നീളത്തിൽ മുറിച്ചതും കൂടി ചേർക്കാം. പിന്നെ കുറച്ച് പിസ്തയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്ന പാത്രം ആദ്യമേ നെയ്യൊക്കെ ബ്രഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുക. വെറുതെ നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ തയ്യാറാക്കി വെച്ച ഹൽവ ഇതിലേക്ക് അങ്ങ് ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, അതിൻ്റെ കളർ കണ്ടില്ലേ, ഇളക്കി വരുന്തോറും അതിൻ്റെ കളർ മാറി നല്ല പച്ച കളറായിട്ട് മാറും. ഉടൻ തന്നെ ഒരു സ്പാച്ചില വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് ഉറച്ച് കിട്ടും. ഇനി ഇതിൻ്റെ ചൂട് നല്ലതുപോലെ ഒന്ന് മാറട്ടെ. അപ്പോൾ നമ്മുടെ ഹൽവയുടെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഒരു ദിവസം വെച്ചിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഡീമോൾഡ് ചെയ്യാം. അപ്പോൾ അത് അടിപൊളിയായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഇതിൽ നിന്നും കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല തളിരില വേണം ഈ പപ്പായ ഹൽവ ഉണ്ടാക്കാൻ എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കൈപ്പരസം ഉണ്ടാവും. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ എന്തായാലും പപ്പായ ഇല വെച്ചിട്ടുള്ള ഹൽവ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്